ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവാത്മാവിന്റെ അഭിഷേകമുള്ള അല്ലെങ്കിൽ ദൈവ പൈതലായിരിക്കുന്ന മക്കളെ എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് ഭൗതിക മനുഷ്യനോ അല്ലെങ്കിൽ ജഡത്തിലായിരിക്കുന്ന സാധാരണ മനുഷ്യനോ പൈശാചികനോ സാധിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്നാൽ അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ഒരു ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ്, അവിടെ സ്തെഫാനോസ് എന്ന ക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ ശിഷ്യഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു. പ്രത്യേകിച്ച് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ആ ഭാഗം വായിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അനേക അത്ഭുതങ്ങളും അനേക അടയാളങ്ങളും സ്തെഫാനോസ് ചെയ്തു പോന്നു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇതൊന്നും ഈ കാര്യാദികളെല്ലാം എതിർത്ത് സംസാരിച്ചിരുന്ന ഒരു ഗണം, പ്രത്യേകിച്ച് പരീശന്മാരായിരിക്കുന്ന ഗണം അവിടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. എന്നാൽ അവൻ സംസാരിച്ച ജ്ഞാനത്തോടും ആത്മാവോടും എതിർത്ത് നിൽപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. ദൈവാത്മാവിൽ അഭിഷേകമുണ്ടായിരുന്ന സ്തെഫാനോസിനോട് എതിർത്ത് നിൽക്കുവാനായിട്ട് ആ വ്യക്തി ജീവിതങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അവനിലുള്ള ജ്ഞാനത്തെയും അവനിലുള്ള ആ അഭിഷേകത്തെയും അവർ ഭയപ്പെട്ടിരുന്നു എന്നതാണ്. അവനിലുള്ള അഭിഷേകത്തെ പൈശാചികൻ ഭയപ്പെടുന്നു. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലുള്ള അഭിഷേകത്തെ പൈശാചികൻ ഭയപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കുക. നാം അഭിഷേകത്തോടുകൂടി പോകുന്ന ദൈവ പൈതലായിരിക്കുന്ന വ്യക്തികളാണോ? നാം ചിന്തിക്കുക, നമ്മളിൽ ഉള്ള അഭിഷേകം അത് ഏറ്റവും വലിയത് എന്ന് നാം മനസ്സിലാക്കുക. അഭിഷേകമുള്ള വ്യക്തികളുടെ പ്രത്യേകത നമുക്കറിയാം. യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വ്യക്തമായിട്ടും നമുക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ ഭാഗം ഇങ്ങനെയാണ്: അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇവിടെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. അവിടെ പ്രത്യേകത പറയുന്നത് ഒന്ന് ഇങ്ങനെയാണ്: ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. ദൈവാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തികൾക്കുണ്ടായിരിക്കുന്ന ചില ക്വാളിറ്റിയാണ് ജ്ഞാനവും വിവേകവും. സദൃശവാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. നല്ല നല്ല ആലോചനകളും നല്ല നല്ല ചിന്തകളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തികളിൽ ഉണ്ടായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിലും നാമും ചിന്തിക്കുന്നത് ആ തലത്തിലായിരിക്കാം. ഒരു പക്ഷേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തികളാണ് എങ്കിൽ നാം മനസ്സിലാക്കുക ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അടുത്തത് പറയുകയാണ് ബലത്തിന്റെ ആത്മാവ്. പഴയ നിയമ ഭാഗത്തിൽ ശിംശോൻ എന്ന വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ബലവാനായ ഒരു മനുഷ്യൻ. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ബലമുണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചിരുന്നു. അനേക ശത്രുക്കളെ കൊല്ലുവാനുള്ള ആ ഒരു ദൈവിക ശക്തി. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു ഭൗതിക ശക്തിയല്ല, ആത്മീക ശക്തിയാണ്. ദൈവാത്മാവ് വസിക്കുന്ന വ്യക്തിയുടെ മേൽ ആത്മീക ശക്തി ഉണ്ടായിരിക്കും. ഏത് ശത്രുവിനെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാനുള്ള ആ ഒരു ദൈവ കൃപയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവസാനത്തെ ഭാഗം പറയുകയാണ് പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ദൈവീക പരിജ്ഞാനവും യഹോവ ഭക്തിയും അവന്റെ കൂടെ അല്ലെങ്കിൽ അവനുണ്ടായിരിക്കുന്ന ചില പ്രത്യേകതകളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആ പരിജ്ഞാനത്തിന്റെ അനുഭവവും അതുപോലെ തന്നെ ദൈവീകമാർന്ന ഭക്തിയും അവനിലുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുക. ദൈവാത്മാവിന്റെ അഭിഷേകമുള്ള വ്യക്തികളാണ് എങ്കിൽ നമ്മുടെ മേൽ ഇത്തരത്തിലുള്ള കാര്യാദികൾ ഉള്ളത് കൊണ്ട് തന്നെ പൈശാചികൻ നമ്മെ അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് നിൽക്കുവാൻ ഭയപ്പെടും എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അവിടെ വചനം ലൂക്കോസിന്റെ സുവിശേഷത്തിലൂടെ പറയുകയാണ്, പൈതൽ വളർന്നും ജ്ഞാനം നിറഞ്ഞു ആത്മാവിൽ ബലപ്പെട്ടു. ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന ക്രിസ്തുവിന്റെ ദൈവ അല്ലെങ്കിൽ കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. ആ ദൈവ കൃപ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ മേലും ദൈവാത്മാവിന്റെ സാന്നിധ്യം ഉണ്ട് എങ്കിൽ
തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അപ്രകാരം തന്നെ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.